ഗോൾവൽക്കർ മുതൽ മോഹൻ ഭാഗവത് വരെ പ്രസംഗിച്ചതും എഴുതിയതുമൊക്കെ ഹിന്ദു മത രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം അത് നടക്കാതെ പോയത് ഉരുക്ക് കോട്ട പോലെയുള്ള നമ്മുടെ ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. അത് ഇപ്പോൾ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ദിനങ്ങളിൽ ഉണ്ടായ അക്രമങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് ദീപികയുടെ ഇന്നത്തെ മുഖപ്രസംഗമാണ്. വളരെ കടുത്ത ഭാഷയിൽ അവർ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നു. ഈ ദിവസങ്ങളിൽ നടന്ന അക്രമങ്ങളാണ് പ്രശ്നം. പക്ഷെ അതിൽ കൂടി ദീപിക ഒളിപ്പിച്ച് കിടത്തുന്ന ചില കാര്യങ്ങളും വാക്കുകൾക്കിടയിൽ വരികൾക്കിടയിൽ നമ്മൾ വായിച്ചാൽ കാണാൻ പറ്റും. എന്താണ് മാഷ് വായിച്ചിട്ടുണ്ടാവും? എന്താണ് അത്? തീർച്ചയായിട്ടും ഒരു കാര്യം സമ്മതിച്ചേ തീരൂ. ദീപിക വെറും ഒരു പത്രമല്ല. ദീപിക ഇന്ത്യയിലെ ക്രിസ്തീയ സമൂഹത്തിന്റെ ഏറ്റവും സംഘടിതമായ ഒരു പ്രസ്ഥാനത്തിന്റെ മുഖപത്രം എന്ന നിലയിൽ തന്നെ വേണം അതിനെ കാണാൻ. മുഖപത്രം എന്നവർ അവകാശപ്പെട്ടില്ലെങ്കിൽ പോലും അവരുടെ ഒരു ഓർഗനാണ്. ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നിലപാടാണ് ആ കാണുന്നത്. അതിനർത്ഥം അതിശക്തമായ ഒരു RSS വിരുദ്ധ BJP വിരുദ്ധ നിലപാട് ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ പലതും BJPയും സംഘപരിവാറും പ്രത്യേകിച്ച് നമ്മുടെ ഭരണകൂടം മറുപടി പറയേണ്ടതുമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ അറിഞ്ഞായാലും അറിയാതെ ആയാലും പലപ്പോഴും ഈ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തോട് ഈ സംഘപരിവാറിന്റെ പ്രസ്ഥാനങ്ങളെ തന്നെ ഒരു നിലപാട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നുകിൽ അതാവാം അല്ലെങ്കിൽ പാടില്ല. രണ്ടും കൂടി നടക്കൂലല്ലോ. അവർ തന്നെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് പറയണം. രണ്ടിലൊന്ന്. ഇപ്പോൾ അതൊന്ന്. ഇനി അതേ സമയത്ത് തന്നെ ഇപ്പോൾ മതപരിവർത്തനം എന്നൊരു അജണ്ട ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നടത്തുന്നുണ്ട്. അതിന് ഞങ്ങൾ എതിരാണ്. ഇപ്പോൾ ഒരു കാര്യം അതിന് അവർ പറഞ്ഞ ആദ്യത്തെ മറുപടി ഉണ്ട്. ഈ പറഞ്ഞ മിഷനറി പ്രവർത്തനമില്ലാതെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇല്ല. അതവർ ദൈവം ഏൽപ്പിച്ചൊരു പണിയാണ്. ലോകത്തിൽ എവിടെ ചെന്നാലും അവർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ മാത്രം അവർക്കത് ചെയ്യാനാവുമോ ഇല്ലയോ? സംഘപരിവാർ അധികാരത്തിൽ ഇരിക്കുന്ന കാലത്തോളം അത് ബുദ്ധിമുട്ടാണോ? ആ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. നമ്മുടെ നിലപാട് ഇന്നതാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സഹജമായ പ്രവർത്തനങ്ങളോട് നമ്മൾ സമ്പൂർണ്ണമായും സഹകരിക്കേണ്ടതുണ്ട് എന്നൊരു നിലപാട് സംഘപരിവാർ സ്വന്തം അണികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതാണ് ഒരു കാര്യം. ഇതിപ്പോ അണികളൊന്നും ഇപ്പോൾ പ്രധാനമന്ത്രി ചെന്നിട്ട് അവർ പറയുന്നുണ്ടല്ലോ, പ്രധാനമന്ത്രി ചെന്ന് പ്രാർത്ഥിക്കാന്നൊക്കെ പറയുന്നത് ഒരു ഈ പറഞ്ഞ ക്രിപ്റ്റോ അതെ പ്രാർത്ഥിക്കാനല്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷെ വേറൊരു കാര്യം നല്ലതാണ്. ഒരു ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ ഒരു ആഘോഷം നടക്കുമ്പോൾ ആ ആഘോഷത്തിന്റെ അന്ന് അതിനോട് ചെന്ന് ഐക്യപ്പെടുക എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാ ഭരണകൂടങ്ങളും എല്ലാ കാലത്തും ചെയ്തു വന്നൊരു ശീലമാണ്. അത് നല്ലതുമാണ്. പക്ഷേ ചോദ്യമുണ്ട്. ഒരു ഭാഗത്ത് നേതാവ് അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന നരേന്ദ്രമോദി പള്ളിയിൽ ചെന്ന് ക്രിസ്ത്യാനികളോട് ഐക്യപ്പെടുന്ന സമയത്ത് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് 24 മണിക്കൂർ മുമ്പാണ് ക്രിസ്മസ് കരോൾ ആക്രമിക്കപ്പെടുന്നത്. ക്രിസ്ത്യാനികൾ പലയിടത്തും ഈ ക്രിസ്മസിന്റെ സാധനങ്ങൾ ഞാൻ കണ്ടു വീഡിയോയിൽ പലയിടത്തും ക്രിസ്മസിന്റെ സാധനങ്ങൾ വിറ്റഴിക്കുന്നത് പോലും വലിയ തോതിൽ തടയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്മസിന് അവധി വേണ്ടാന്ന് വെക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളൊക്കെ നടക്കുന്നത്, ക്രിസ്ത്യാനികൾക്ക് നേരെ അക്രമം നടക്കുന്നത് നമ്മുടെ നിലപാടാണോ അല്ലയോ? അല്ലെങ്കിൽ അത് കർശനമായി നേരിടുകയും നിലപാടല്ല എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന് വേണമെങ്കിൽ പറയാം അത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്, ഞങ്ങൾ നേരിടും, കേസെടുക്കും എന്ന് പറഞ്ഞാൽ പോരാ. സംഘപരിവാറിന്റെ തലപ്പത്തിരിക്കുന്നവർ മോഹൻ ഭഗവത് ജി തൊട്ട് പ്രധാനമന്ത്രി വരെയുള്ളവർ പറയണം, പ്രിയപ്പെട്ട സംഘപരിവാർ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ അജണ്ടയല്ല, തെറ്റാണ്, നിങ്ങൾ ആ നടപടി നിർത്തണം എന്ന് പറയേണ്ടതുണ്ട്. പിന്നെ ഈ വാദങ്ങൾ അവർ പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് വളരെ കറക്റ്റാണ്. നമ്മൾ ആരോടാണ് നമ്മളെ താരതമ്യപ്പെടുത്തുന്നത്? അത് വളരെ ന്യായമായ ചോദ്യമാണല്ലോ. ലോകത്തിലെ ഈ സെമിറ്റിക് മതങ്ങളോട് എങ്ങനെയാണ് വളരെ ഉദാത്തമായ വിശാലമായ ഒരു ഭാരതീയ സംസ്കാരത്തെ താരതമ്യം ചെയ്യുക? ഇനി ഇസ്ലാമിക രാഷ്ട്രങ്ങളോടാണോ ഇന്ത്യയെ താരതമ്യം ചെയ്യേണ്ടത്? അവിടെ അത് നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ആയിക്കൂടാന്ന് ചോദിക്കുമ്പോൾ നമ്മളാണോ അവരാണോ താഴെ, അല്ലെങ്കിൽ ആര് എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. വേറൊന്ന്, ചില പ്രയോഗങ്ങളൊക്കെ ഇവർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ബഹുമാനിക്കാനാണെങ്കിൽ മതപരിവർത്തനം അല്ലല്ലോ ഒരു അജണ്ടയായി പറയേണ്ടത്. ബഹുമാനിക്കാൻ മാത്രം ഇഷ്യൂസും ബഹുമാനിക്കാൻ മാത്രം ചരിത്രം അവർക്കുണ്ടല്ലോ. ഇപ്പൊ ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൽ 2 മേഖലയെങ്കിലും അവരുടേതാണ്. ഒന്ന് വിദ്യാഭ്യാസം, മറ്റൊന്ന് ആരോഗ്യം. ആ മേഖലയിൽ ഇത്രയേറെ ത്യാഗം സഹിച്ച ഒരു സമുദായം വേറെ ഏതാണുള്ളത്? അപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ബഹുമാനിക്കുക, ഇന്ത്യൻനെസ്സിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഇന്നോളം എത്തി വികസിത ഭാരതത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് നമ്മളെ എത്തിച്ചത് ആരാണ്? ആധുനിക വിദ്യാഭ്യാസം തന്നത് ആരാണ്? നമ്മുടെ ആരോഗ്യ സങ്കല്പങ്ങളെ വളർത്തിയത് ആരാണ്?
ആരോഗ്യ സേവനം, വിദ്യാഭ്യാസ സേവനം ദൈവദത്തമായ ഒരു പുണ്യമാണെന്ന് പഠിപ്പിച്ചത് ആരാണ്? ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇന്ത്യയുടെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സംസ്കാരത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്ത സേവനത്തെ വാഴ്ത്തിക്കൊണ്ട് വേണം, അല്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ? അങ്ങനെ ഒരു പാഠം വേണ്ടേ സംഘപരിവാറും അതിന്റെ അണികളെ പഠിപ്പിക്കാൻ? അതാണ്, ആയാലും അറിയാതെ ആയാലും ചില ചോദ്യങ്ങൾ ശരിയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ക്രിപ്റ്റോ ക്രിസ്ത്യാനി, അതൊക്കെ എന്തുമാത്രം മോശം ആരോപണമെന്ന് ആലോചിച്ച് നോക്കൂ. ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ കുറഞ്ഞിരിക്കുന്നത് അവർ യഥാർത്ഥ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ കൊന്തയും പൂണൂലും, കൊന്തയും ബൈബിളും, കൊന്തയും കുരിശും അല്ലേ, അതുപോലെ ബൈബിളും ഒക്കെ ആയിട്ട് നടക്കുന്നവര് പലരും ക്രിസ്ത്യാനികളുടെ കണക്കിൽപ്പെടുന്നവരല്ല എന്ന് പറയുന്നതൊക്കെ ഒരു പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? അവർ വലിയ സ്യൂഡോ അവർ ഭയങ്കര ഹിപ്പോക്രസി കാണിക്കുന്നവരാണ്, കള്ളത്തരം കാണിക്കുന്നവരാണ്, ഈ രാജ്യത്തെ പറ്റിച്ചിട്ട് കണക്കിൽപ്പെടാതെ രാജ്യത്ത് ജീവിക്കുന്നവരാണ് എന്നൊക്കെയുള്ള ആരോപണം. അതൊന്നും ആർക്ക് നേരെ ഉന്നയിക്കാൻ പാടില്ലാത്തതാണ്. കണക്കിൽപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം, നടപടി എടുക്കണം. അങ്ങനെ ഉത്തരവാദപ്പെട്ട ഒരു ഭരണകൂടമല്ലേ അവര്. അപ്പൊ ഇത്തരം ഇഷ്യൂസ് ഉണ്ട് ആ സമയത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു പരസ്പരം ചിലത് ധരിക്കുകയും തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മോഹൻ ഭഗവത്ജിയുടെ പ്രസംഗം വളരെ, എനിക്ക് തോന്നുന്നു കുറെ കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രസംഗം പോലും കോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താ, കൽക്കത്തയിൽ നടത്തിയ പ്രസംഗമാണ്. ഈ ഹിന്ദു രാജ്യം വരുമെന്ന ഭീഷണി, അങ്ങനെ അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഹിന്ദു രാജ്യം വരുന്നേ എന്ന് പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അതെന്നോ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഹിന്ദു രാജ്യം വരുമ്പോൾ ഉള്ള ആളുകളെ ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഗ്രൂപ്പും ജിഹാദി ഗ്രൂപ്പും ഒക്കെ മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഹിന്ദു രാജ്യം വന്നാൽ നമ്മുടെ ഭരണഘടന അട്ടിമറിക്കപ്പെടുന്ന. അതിന് ഇവർ പറയുന്ന മറുപടിയാണ്, അത് വളരെ കൃത്യമായ മറുപടിയാണ്. ഭരണഘടനയാണ് ഇത്രയും കാലം ഞങ്ങളെ സംരക്ഷിച്ചു വന്നത്, ഇനിയും ഞങ്ങൾക്ക് ഭരണഘടനയിലാണ് വിശ്വാസം. പക്ഷേ ഇവർക്കൊരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ ഇവർക്കുണ്ട്. അത് ആ ഭീതി പരത്തുന്നതിൽ ഇവരും പങ്കുവയ്ക്കുന്നുണ്ട്. ഹിന്ദു രാജ്യമായിരിക്കുന്നു എന്ന് മോഹൻ ഭഗവത്ജി പറയുമ്പോൾ ആ പറഞ്ഞതാണ് ശരി എന്നാണ് എനിക്ക് തോന്നിയത്. എന്താ കാരണം എന്നറിയോ? ഇവരുദ്ദേശിക്കുന്ന ഹിന്ദു രാജ്യം ഇവർ ഈ പറയുന്നതല്ല, നമ്മുടെ ഭരണഘടന അട്ടിമറിക്കുന്നതല്ല. സംഘപരിവാറിനെ കുറിച്ചായാലും, ഞാൻ പറഞ്ഞ ഈവൻ സംഘപരിവാറിനെ കുറിച്ചായാലും ഇല്ലാത്ത പ്രചരിപ്പിക്കാൻ പാടില്ല. തെറ്റായ നറേറ്റീവ് നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നറേറ്റീവ് ശിവപ്രസാദ് സാറിന് അറിയാലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മഹാത്മാഗാന്ധിയെ കൊന്നത് സംഘപരിവാറാണ്. ചരിത്രത്തിലെ വലിയ നുണയല്ലേ ഇത്? സത്യം ഞാൻ ചരിത്രത്തിലെ എനിക്ക് വലിയ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണ് ഞാൻ. ആ അർത്ഥത്തിൽ ഞാൻ നോക്കുമ്പോൾ മഹാത്മാഗാന്ധിക്ക് എതിരായി അതിതീവ്രമായ ഒരു ആലോചന നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഹിന്ദു മഹാസഭയിൽ നിന്ന് ഒരു ചെറിയ സംഘം രാജിവെച്ചു പോയിട്ട് ഒരു തീവ്രവാദ സംഘം ഉണ്ടായിരിക്കുന്നു എന്ന സ്മെല്ലുണ്ടല്ലോ, ആ ഗന്ധം ആദ്യം കിട്ടിയത് സംഘപരിവാറിന്. അന്നത്തെ, അതുകൊണ്ടാണല്ലോ അവർ പുറത്താക്കിയത്, ആ ഗ്രൂപ്പിനെ പുറത്താക്കാനുണ്ടായത്. അവർ പിന്നീട് ഒരു തീവ്രവാദ സംഘം ഉണ്ടാക്കി അവരാണ് കൊല്ലാൻ പോകുന്നത്. ഇപ്പോഴും മഹാത്മാഗാന്ധിയെ കൊന്നതിനെ അന്നു മുതൽ അപലപിക്കുകയും മഹാത്മാഗാന്ധിയുടെ പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ശാഖ തുടങ്ങുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് RSS. നമ്മൾ അതിനെ കാണണ്ടേ, ഉള്ളതുപോലെ കാണണ്ടേ. അതുകൊണ്ട് നിങ്ങളാണ് RSS. എന്നാ പിന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു RSS പോലെ ഒരു മൂവ്മെന്റിന് 100 കൊല്ലമായിട്ട് ഇന്ത്യയോളം വളർന്നു കഴിഞ്ഞൊരു മൂവ്മെന്റിന് അതെ ഞങ്ങളാണ് മഹാത്മാഗാന്ധിയെ കൊന്നതെന്ന് പറഞ്ഞൂടെ? അത് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അത് അവർ പറയുന്നില്ല എന്നുള്ളത് അവരുടെ ശരിയാണത്. അവർ ചെയ്യാത്തത് കൊണ്ടാണ് അത് പറയാത്തത്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ സാധനമാണ്. ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഭരണഘടന അട്ടിമറിച്ചിട്ടുണ്ടാക്കാനുള്ള ഒരു സാധനമാണ്. അങ്ങനെയല്ല. മഹാത്മാഗാന്ധിയുടെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന രാമരാജ്യം പോലെ ഭാരതീയ സംസ്കാരത്തെ ആദരിക്കുകയും ലോകത്തിന് മുമ്പിൽ ഒരു വിശ്വഗുരുവായി മാറിയിട്ട് ഈ സെമിറ്റിക് മതങ്ങൾക്ക് മീതെ, അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളെക്കാൾ വിശാലമായ ഒരു സംസ്കാരത്തിന്റെ വക്താക്കളാണ്. വ്യക്തമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ RSS പരാജയപ്പെടുന്നുണ്ടോ? കറക്റ്റ് ആണ്, അത് വലിയ പരാജയമാണ്. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലല്ല പരാജയം, സ്വന്തം അണികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്താ പ്രശ്നം എന്ന് അറിയോ? ഈ പാവം സംഘപരിവാർ അനുയായികൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ശത്രുക്കൾ പറയുന്നത് എന്താ? ഹിന്ദു സമം ഒരു റിലീജിയനാണ്, അതൊരു മതമാണ്. അതുകൊണ്ട് ഹൈന്ദവ സംസ്കാരം സ്വീകരിക്കാൻ ഇൻഡസ് സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ഹിന്ദു എന്ന പത്രത്തിന് കസ്തൂരി ഇദ്ദേഹം അല്ലെ പേര് കൊടുത്തത് ഒരു ഏതെങ്കിലും റിലീജിയൻ ബേസ്ഡ് ആയിട്ടാണോ? ഇൻഡസ് വാലി നമ്മൾ പേര് കൊടുത്താൽ അങ്ങനെയാണോ? സിന്ധു നദീതട സംസ്കാരം എന്ന് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഈ ഹിന്ദു എന്നുള്ള പേര്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യകാലത്തെ പഴയ ചരിത്ര പുസ്തകങ്ങളിൽ H ഇല്ല, ഇൻഡു ഉള്ളൂ, ഇൻഡു. പിന്നെ H വരുന്ന അറബിയിൽ നിന്നാണ്. ഈ അറബികളുമായിട്ടുള്ള വ്യാപാരത്തിലാണ് ഈ ഹിന്ദ് അറബികളുടെ പ്രയോഗം. അപ്പൊ ഇത് എല്ലാവരും ചേർന്നുണ്ടാക്കിയ ഒരു സംവർഗമാണ് ഹിന്ദു എന്ന് പറയുന്നത്. അത് ഒട്ടും റിലീജിയസ് അല്ല, കൾച്ചറലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ, അങ്ങനെയാണെങ്കിൽ ഗോൾവാൾക്കർജി പറഞ്ഞ ആഭ്യന്തര ശത്രുക്കൾ ആരാണ്? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പുതിയ ഭാഷയിൽ പുതിയ കാലത്ത് വായിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ
സനാതനമായ ഒരു ഭാരതീയ സംസ്കാരത്തെ അപായപ്പെടുത്തുന്നതിൽ ദീർഘകാലം ഭരിച്ച ഇസ്ലാമിക് റൂളിന് പങ്കുണ്ട്. അതാണ് ഈ ആഭ്യന്തര ശത്രു. ഇനി പിന്നീട് ദീർഘകാലം ഭരിച്ച ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ശക്തികൾക്കും പങ്കുണ്ട്. എന്നുവെച്ചാൽ ഈ സനാതന ശക്തിയെ അതൊക്കെ എല്ലാം അർത്ഥത്തിൽ മെക്കാളെ പങ്കുവഹിച്ചിട്ടുണ്ട്, ഔറംഗസീബ് പങ്കുവഹിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഇതിനർത്ഥം. അപ്പൊ അങ്ങനെ വായിക്കുന്നതിന് പകരം ഒരു ഹിന്ദുവിനെ ഒരു മുസ്ലിമിനെ കണ്ടാ സൂക്ഷിക്കുക, അവൻ ആഭ്യന്തര ശത്രുവാണ്. ഒരു ക്രിസ്ത്യാനിയെ കണ്ടാ സൂക്ഷിക്കുക. അങ്ങനെ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇത് റിലീജിയൻ അല്ല മക്കളെ, സംസ്കാരമാണ്. സംസ്കാരം ഇൻക്ലൂസീവാണ്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പോയിട്ട് മതത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, പക്ഷെ ഇന്ത്യൻനെസ്സിനെ കുറിച്ച് പറഞ്ഞു, ഭാരതീയതയെക്കുറിച്ച് പറഞ്ഞു, അതിന്റെ മഹത്വത്തെക്കുറിച്ച്. എന്താ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞത്? ഒന്ന്, ഇൻക്ലൂസീവാണ്. ഇന്ത്യ ഈസ് ദ മദർ ലാൻഡ് ഓഫ് ഗോഡ്സ്. മുഴുവൻ ദൈവങ്ങളെ ഉൾക്കൊള്ളുന്ന, ഒരു ദൈവത്തെ അല്ല, മുഴുവൻ ദൈവങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കൾച്ചറാണ്. രണ്ട്, ലോകത്തിലെ റിലീജിയസ് അസംബ്ലിയിലാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഒക്കെ നിഘണ്ടുവിലുള്ള ഒരു വാക്ക് ഞങ്ങളുടെ കൾച്ചറിൽ ഇല്ല സാറേ, അതാണ് ഞങ്ങളുടെ മഹത്വം. ദാറ്റ് ഹാൻഡിക്യാപ്പ് ഇസ് ദ ഗ്ലോറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാ. എന്താ ഏതാ വാക്ക്? എക്സ്ക്ലൂഷൻ എന്ന വാക്കില്ല. ഞങ്ങൾ ആരെയും പുറത്താക്കില്ല, ഇൻക്ലൂഷനാണ് ഞങ്ങളുടെ. ഇതാണ് ഹിന്ദുത്വമെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ പിൽക്കാലത്ത് എവിടേക്കോ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ ധാരണയുടെ ഫലമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? MGS എൻ്റെ ഗുരുവാണ് കേട്ടോ. MGS അടുത്ത കാലത്ത് മരിച്ചുപോയി. MGS എപ്പോഴും ഞങ്ങളോടൊക്കെ പറയുന്ന ഒരു വാക്യമുണ്ട്, എനിക്കെപ്പോഴും ഓർമ്മ. അത് ഭയങ്കര കണ്ണിങ് ആയിട്ട്, അത് ആ രീതിയിൽ പോലും ഇവർ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. MGS പറയുന്നത്, വിദേശത്തു നിന്ന് വന്ന എല്ലാ മതങ്ങളും നമ്മുടെ അതിഥികളാണ്. ആരുടെ? ഇന്ത്യയുടെ അതിഥികളാണ്. ആണല്ലോ. അടുത്ത വാക്യം എന്താണെന്നറിയോ? ദേ ആർ ഗസ്റ്റ് ബട്ട് നോട്ട് ഇൻ ഫ്രീ ഓഫ് കോസ്റ്റ്. അവർ പേയിങ് ഗസ്റ്റുകളായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ എന്ത് പേയിങ് ഗസ്റ്റ്? എടാ, വെറുതെ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ. അവർക്ക് അഭയം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് അന്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഭൂമി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് കാലം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, അവരിൽ നിന്ന് തത്തുല്യമായത് നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും. പിന്നെ MGS വിശദീകരിക്കുമ്പോൾ കറക്റ്റാണ്. അവർ കൂടി ചേർന്നുണ്ടാക്കിയതാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഇന്ത്യ. അപ്പൊ അങ്ങനെ പറയണം, അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. അവരെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഇൻക്ലൂസീവായ ഒരു ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ ആ സംസ്കാരമാണ് ഇന്ത്യൻനെസ്. പരസ്പരം വെറുക്കാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന തത്തുല്യമായൊരു പ്രാർത്ഥനയുണ്ട് സാറേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, എൻ്റെ എല്ലാ ടോക്കുകളിലും പറയാറുണ്ട്. വേറൊന്നുമല്ല, ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാം 63-ാമത്തെ ഈ 18-ാമത്തെ അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകം പറയാറുണ്ടല്ലോ. ഈ കൃഷ്ണൻ അർജുനനെ എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം പറയാണ്, മോനെ അർജുന, ഈ പ്രപഞ്ചസാരം മുഴുവനും ഞാൻ നിനക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞത് കേട്ട് ജീവിക്കുക എന്നല്ല, മറിച്ചാണ് പറയുന്നത്. എന്താ? ഞാൻ പറഞ്ഞതിനെ നീ നിന്റെ വിശിഷ്ടമായ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക, കമ്പോട് കമ്പ് വിമർശിക്കുക. ആര് പറഞ്ഞ? ദൈവത്തിനെ വിമർശിക്കുക. ദൈവത്തെ വിമർശിക്കാനുള്ള അവകാശം ആരാ കൊടുത്ത് ഭൂമിയിൽ? വിമർശന ബുദ്ധിയാ പഠിക്കുക. എന്നിട്ട് നീ ചെയ്യേണ്ടത്, നിനക്ക് ബോധ്യമുള്ളത് എന്തോ, ശരിയെന്ന് തോന്നുന്നത് എന്തോ, അത് മാത്രം അനുഷ്ഠിക്കുക എന്നാ. ഇതിന്റെ പേരാണ് ഇന്ത്യൻനെസ് എന്ന് പറയുന്നത്. ഇത് മഹത്തരമാണ്. ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏത് കൾച്ചറിനേക്കാളും മഹത്തരമാണ്. ആർക്കും ഒരു തർക്കമില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അനുയായികൾക്ക് കൂടി. സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ദീപികക്ക് ഗംഭീരമായൊരു എഡിറ്റോറിയലാണ്. അല്ല, ദീപിക ഗംഭീര, അത് സംശയിക്കണ്ട, യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, അതിനെ തിരിച്ചൊരു കാര്യം കൂടി, സംഘപരിവാർ ഇങ്ങനെ വായിക്കാനും പറ്റണം. ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മനസ്സാണ് അത് എന്ന് വായിക്കാൻ അവർക്കും പറ്റണം. അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണം. തീർച്ചയായിട്ടും മോഹൻ ഭഗവത്ജി പറഞ്ഞത്, ഹിന്ദു രാഷ്ട്രം വന്നിരിക്കുന്നു, ഇവിടെ ഒരു ഭരണഘടനയും അട്ടിമറിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങളിതാ അധികാരത്തിൽ വന്നിരിക്കുന്നു പറഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തെ ബഹുമാനിക്കുന്ന, ആ സംസ്കാരത്തിന്റെ മഹത്വം ലോകത്ത് പ്രകടിപ്പിക്കുന്ന വിശ്വഗുരുവാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന, ബടായി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാണിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ യുദ്ധഭൂമിയിലും ചെന്നിട്ട് ശാന്തി മന്ത്രം ഉച്ചരിക്കാൻ ഭൂമിയിൽ ആർക്ക് പറ്റും? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ സാധിക്കുന്ന തരത്തിലേക്ക് ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കുക എന്നതിൽ പരാജയമുണ്ട്. പക്ഷേ അടുത്ത് ഒരു കാര്യം വ്യക്തമായിക്കോട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഈ എഡിറ്റോറിയൽ നമ്മൾ രണ്ടായി കാണുന്നത് തെറ്റില്ലാന്ന് തോന്നുന്നു. അതിനകത്ത് വളരെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, പ്രധാനമന്ത്രി വന്നത് പ്രാർത്ഥിക്കാനല്ല, പക്ഷേ വിദേശ നേതാക്കളെ കാണിക്കാനാണ് എന്നൊരു ആരോപണമാണ്. പക്ഷെ ആ ആരോപണം ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് നടന്ന
അക്രമ സംഭവങ്ങളുടെ പേരിൽ. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, എന്തിനാണ് ആർലേക്കർ വന്നിട്ട് ഒരുപാട് സംവാദാത്മകമായ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കിയല്ലോ. എന്തിനാണ് നമ്മുടെ രാജ്ഭവൻ, ഇപ്പൊ എന്താ ലോക് ഭവൻ അല്ലേ, ലോക് ഭവനിൽ ക്രിസ്മസിന് അവധി വേണ്ടാന്ന് വെക്കുന്നത്? വല്ല കാര്യമുണ്ടോ? ആവശ്യമില്ലാത്ത ഉണ്ടാക്കുകയല്ലേ. അപ്പോ ഇത് ഇന്നത്തെ ഈ ഇക്കൊല്ലത്തെ ക്രിസ്മസിന്റെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ നോക്കി നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാനാണ്, ലോകത്തിലെ ലോകരാഷ്ട്രങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളെ, അതും ലോകത്തിലെ വൻകിട രാജ്യങ്ങളാണല്ലോ പലതും, അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നല്ല വിള ചമയാനല്ലേ എന്ന് ചോദിച്ചാൽ ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഈ സന്ദർഭത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, അവരോട് അടിയന്തരമായി അവർക്കും തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആയിരുന്നില്ല. സത്യമായും ഞങ്ങളുടെ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ, സംഘപരിവാറിന്റെ കൾച്ചർ ഈ ന്യൂനപക്ഷ മതങ്ങളെ മുഴുവൻ വിശ്വാസത്തിലെടുക്കുന്നതാണ്. ഉറപ്പായും സംഭവിച്ചു കൂടാത്തതാണ് സംഭവിച്ചത്. പക്ഷേ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും വരേണ്ടി വരുന്നത് രാഷ്ട്രത്തെ നയിക്കുന്ന ഒരാളും കൂടിയാണ്. തീർച്ചയായും. അപ്പോൾ ഇവർ പറഞ്ഞു വയ്ക്കുന്നത് വാസ്തവത്തിൽ അത് ആ പഴി കേൾക്കേണ്ടി വരികയാണ്. വാസ്തവത്തിൽ ഒരു ചെറിയ ഒരു ഭാഗമായിരിക്കും ചെയ്തിട്ടുണ്ടാവും. അവരെ നിലയ്ക്ക് നിർത്തുന്നതിന് പകരം മൗനം ഞങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. കറക്റ്റാണ്, ആ പ്രയോഗം വളരെ ശരിയാണ് കേട്ടോ. അപലപിക്കേണ്ടിയിരുന്നു. എനിക്ക് തോന്നുന്നു സംഘപരിവാറിന്റെ നേതൃത്വം തൊട്ട് കേന്ദ്ര ഭരണകൂടം വരെ ശക്തമായ ഭാഷയിൽ അപലപിക്കണമായിരുന്നു. അതിന് പകരം പലപ്പോഴും ഞാൻ കണ്ടത് ഒരു അയഞ്ഞ നിലപാടാണ്. ഇപ്പോ മതപരിവർത്തനമൊക്കെ അവർ നടത്തുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ പിള്ളേർ രണ്ട് കൊടുത്തോട്ടെ എന്ന മട്ടിലുള്ള നിലപാടെടുക്കരുതല്ലോ. മതപരിവർത്തനം എന്നത് ലോകത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഐഡന്റിറ്റിയാണ്. അവരില്ലെങ്കിൽ അതില്ലെങ്കിൽ അവരില്ല, അത് പാടില്ല എന്നാണെങ്കിൽ അങ്ങനെ ആ നിലപാടെടുക്കണം. അത് അവരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം. ഇന്ത്യയിലെ മുഴുവൻ സഭകളെയും ബോധ്യപ്പെടുത്തണം. ആസ് ഓൺ ടുഡേ ഒരു ഡേറ്റ് പറയണം. അന്ന് വരെ ആരൊക്കെ ക്രിസ്ത്യാനിയാണ്. ഇനി ഒറ്റ ഒരുത്തനെ ഇന്ത്യയിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവന്നു എന്ന് കേട്ടാൽ ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കും. അതാണ് നിലപാടെങ്കിൽ അത് പറയണം. അത് പറയാൻ ധൈര്യമില്ല. അത് ഏതെങ്കിലും ഒന്നും വേണമല്ലോ, ഒരു ക്ലാരിറ്റി വേണമല്ലോ. അതാ അതിന്റെ പ്രശ്നം. അപ്പോ ഘർ വാപ്പസി പറയുന്നുണ്ട് ഇതിനകത്ത്. ഘർ വാപ്പസി ഗുരുതരമായ ആരോപണമല്ലേ. ഒരാള് സ്വമേധയ മതം മാറ്റം എന്ന് പറയുന്ന മനുഷ്യന്റെ മൗലികമായ അവകാശത്തിൽപ്പെട്ടതാണല്ലോ. മതം മാറ്റം വേണ്ട എന്ന് ഞാൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ പരസ്പരമുള്ള നമ്മുടെ ജ്ഞാനമണ്ഡലത്തിൽ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം, മതം എന്ന് പറയുന്ന ഒന്ന് മാറുകയോ ഒന്നിന്റെ ഒരു ആവശ്യമില്ല. ഞാനായിക്കൊണ്ട് തന്നെ എനിക്ക് ഭൂമിയിൽ എന്തിനേയും ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ ഞാൻ പോയി മാമോദിസ മുക്കുകയോ, ഞാൻ പോയി പൊന്നാനി പോയി തൊപ്പിയിടുകയോ, ഞാൻ പോയി ആര്യസമാജത്തിൽ പോയിട്ട് ഈ പൂജാതി കർമ്മങ്ങൾ പങ്കെടുക്കുകയോ ചെയ്തിട്ടൊന്നും വേണ്ട എനിക്ക് ഒരു സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ. അപ്പം മതപരിവർത്തനം എന്നൊക്കെ പറയുന്ന ഈ സാങ്കേതികമായ പ്രയോഗങ്ങൾ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഘർ വാപ്പസി എന്ന് പറയുന്നൊരു ഏർപ്പാട് ഒന്നാലോചിച്ച് നോക്കൂ. മോഹൻ ഭഗവത്ജി പറഞ്ഞതിന്റെ അർത്ഥത്തിൽ അതുണ്ട്. ഇനി ഒരു പള്ളിച്ചുമട്ടലും നിങ്ങൾ കിളച്ചു നോക്കണ്ട. കിളച്ചു നോക്കിയാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ, ജീവിക്കാൻ നേരം കിട്ടൂല മനുഷ്യനെ. കാരണം സുൽത്താന്മാരുടെ കാലത്ത് ഇവിടെ നടന്ന എല്ലാ അതിക്രമങ്ങൾക്കും ഈ പുതിയ ജനറേഷനിലെ മുസ്ലിങ്ങൾ പോലും ഉത്തരവാദിയല്ല. എന്തിനാ ആവശ്യമില്ലാതെ ന്യായീകരിച്ച് നടക്കുന്നത്? ഞാൻ എന്തിനാ ഏറ്റെടുക്കണം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അതാണ് മോഹൻ ഭഗവത്ജി ആ പറഞ്ഞതിന് മറ്റർത്ഥങ്ങളും കൂടി ഉണ്ട്. അതായത് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ദീപിക പറയുന്നുണ്ട്. ഇനി സമീപിക്കേണ്ടത് കോടതിയെയാണ്. പ്രധാനമന്ത്രിക്ക് നേരെയാണ് വലിയൊരു ആരോപണം. കാരണം വികസന സ്വപ്നങ്ങളില്ലാത്ത ഒരു വിഭാഗം, ആത്മവിശ്വാസമില്ലാത്ത നേതാക്കൾ സ്വാഭാവികമായും അവർ മതധ്രുവീകരണത്തിന് ശ്രമിക്കും. അതിൻ്റെ ഭാഗമാണ് ഇത്രയും വലിയ കൊടിയ ആരോപണങ്ങളെ ലഘൂകരിച്ച് കാണാതെ വരും ദിവസങ്ങളിൽ മാഷ് പറഞ്ഞതുപോലെ വ്യക്തമായി ഗൗരവമായിട്ട് കാണണം. ഈ ആരോപണം സത്യത്തിൽ ദീപികയുടെ ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നില്ല അതിപ്പോ മോഹൻ ഭഗവത്തിന് നേരെയും നരേന്ദ്രമോദിക്ക് നേരെയും ഒക്കെ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ആ വാക്കിലുണ്ട് എന്താണ് BJPയുടെ ഹാൻഡിക്യാപ്പ്, എന്താണ് BJPയുടെ പരിമിതി എന്താണെന്നുണ്ട്. വിശ്വാസ്യതയുള്ള, ആത്മവിശ്വാസമുള്ള, കോൺഫിഡൻസ് ഉള്ള, പിന്തുടരാൻ പോരുന്ന കാൽപ്പാടുകളുള്ള ഒരു ലീഡർ എവിടെയെന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം. മലയാളത്തിലാണ് ആ ചോദ്യം, കേരളത്തിൽ എവിടെയെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ യാതൊരു സംശയം ഉണ്ടാവില്ല. ഒരു നേതാവിനോട് ഒരു ഇഷ്യൂ വന്നു, ഒരു നേതാവിനെ വിളിച്ചു പറഞ്ഞു, അയാൾ പരിഹരിച്ചിരിക്കും. അങ്ങനെ വിശ്വാസമുള്ള ഒരാളെവിടെ എന്നുള്ള ചോദ്യം. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള ലീഡർഷിപ്പ് എവിടെ എന്ന ചോദ്യം ആണ് യഥാർത്ഥത്തിൽ ആ എഡിറ്റോറിയലിന്റെ അന്തർധാരയായി വർത്തിക്കുന്ന ഒരു ചോദ്യം. അത് BJP നേതാക്കന്മാരെ സീരിയസ് ആയിട്ട് എടുത്താൽ നല്ലതാണ്. അത് കേരളം നേരിടുന്ന ഒരു ചോദ്യവുമാണ് കേട്ടോ. ഇപ്പോൾ കർണാടകയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നാണ് ചെറിയൊരു മുന്നേറ്റമെങ്കിലും കേരളത്തിൽ ഉണ്ടാകും. ചെറു പരീക്ഷണങ്ങൾ കേരളത്തിലും നടന്നു എന്ന് പോലും വ്യക്തമാക്കാം. അതെ തീർച്ചയായും. അത് എന്തായാലും കണ്ണു തുറപ്പിക്കട്ടെ. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.